CSET പഠിക്കുന്ന എല്ലാ സ്റ്റുഡൻസിനും ഈ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് നമ്മൾ ചെയ്യുന്ന രണ്ടാമത്തെ വീഡിയോ ആണ്. നമ്മൾ CSETയുടെ ICSEയുടെ CSETയുടെ ലീഗൽ ആപ്റ്റിറ്റ്യൂഡ് ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കസ് ചെയ്യുന്ന രണ്ടാമത്തെ വീഡിയോ ആണ്. ആൾറെഡി നമ്മൾ ലീഗൽ ആപ്റ്റിറ്റ്യൂഡിൻ്റെ 50 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുള്ള വീഡിയോ നമ്മുടെ ഈ ചാനലിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഈ ഒരു എക്സാമിനേഷൻ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാനും പറ്റുന്നത് ഫ്രീ മോക്ക് ടെസ്റ്റ് ആണ്. നിങ്ങൾക്ക് അൺലിമിറ്റഡ് ടൈമിൽ എന്താണ് നിങ്ങളുടെ പ്രോഗ്രസ് എല്ലാം ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് ആൻസറൊക്കെ ഇമെയിൽ വരും. അങ്ങനെ രീതിയിൽ നമ്മുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ www.bintomlearning.com എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റിൽ ഈ മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അതല്ലാതെ പല പല ചാപ്റ്റേഴ്സ് വൈസും മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് പോയി വിസിറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ പാർട്ട് നമുക്ക് തുടങ്ങാം. ക്വസ്റ്റ്യൻ നമുക്ക് തുടങ്ങാം. കൺസിഡർ ദ ഫോളോവിങ് സ്റ്റേറ്റ്മെന്റ്. അത് ഏതാണ് ഏറ്റവും കൂടുതൽ ശരി എന്നാണ് പറയുന്നത്. പാർലമെന്റിൽ 2 ഹൗസസ് ഉണ്ട്, ലോക്സഭ രാജ്യസഭ. കറക്റ്റ് തന്നെയാണ്. പാർലമെന്റിൽ പ്രസിഡന്റ് ലോക്സഭ മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നത് തെറ്റാണ്. പാർലമെന്റിൽ പ്രസിഡന്റ് ഉണ്ട്, 2 ഹൗസസ് ഉണ്ട്, ലോക്സഭ രാജ്യസഭ. അതും ശരിയാണ്. അപ്പോൾ ഇതും ശരിയാണ്, ഇതും ശരിയാണ്. പാർലമെന്റ് കൺസിസ്റ്റ് ഓഫ് സ്പീക്കർ ലോക്സഭ രാജ്യസഭ, സ്പീക്കർ ഓഫ് ദ ലോക്സഭ ആൻഡ് രാജ്യസഭ ലോക്സഭ, ഇങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ ഇത് പ്രസിഡന്റ് ആണ് ഇവിടെ സ്പീക്കറിനേക്കാളും കൂടുതൽ ഇമ്പോർട്ടൻ്റ്, കാരണം ഹി ഈസ് ദ ഹെഡ് ഓഫ് ദ എക്സിക്യൂട്ടീവ് ബോഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇവിടെ ഏറ്റവും നല്ല ആൻസർ പറഞ്ഞാൽ ഇതാണ്. കുറച്ചും കൂടെ ഒത്തൻറ്റിക്കേറ്റഡ് ആയി നമുക്ക് പറയാൻ പറ്റും. എന്താണ് ദിസ് ഈസ് ദ ആൻസർ. 2 ഹൗസസ്. പാർലമെന്റ് കൺസിസ്റ്റ് ഓഫ് പ്രസിഡന്റ് ആൻഡ് 2 ഹൗസസ് ഓഫ് ലോക്സഭ ആൻഡ് രാജ്യസഭ എന്താണ് ഇവിടെ ഉണ്ട്. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് വിച്ച് ഓഫ് ദ ഫോളോവിങ് സ്റ്റേറ്റ്മെന്റ്. അപ്പോൾ ആൻസർ വന്നിട്ടുണ്ടെങ്കിൽ 3 only. ഓക്കെ, അപ്പോൾ ഇവിടെ 3 only എന്നൊരു കോൺസെപ്റ്റ് നമുക്ക് ഏറ്റവും ക്ലിയർ ആയിട്ടുള്ള ആൻസർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോവിങ് ആർ ദ ഫങ്ഷൻസ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്പനി സെക്രട്ടറീസ് ഓഫ് ഇന്ത്യ. ഓക്കെ, കണ്ടക്ട് ദ എലക്ഷൻസ്, ഉറപ്പായിട്ടും ഓരോരോ വർഷം പ്രസിഡന്റിനെ ചേഞ്ച് ആക്കും. ട്രെയിനിങ് സ്ട്രക്ചേഴ്സ്, എക്സാമിനേഷൻ നടത്തുക, എല്ലാം എന്താണ് ഇവരുടെ തന്നെയാണ്. സോ ആൻസർ എന്ന് പറയുമ്പോൾ നമുക്ക് ഏറ്റവും ക്ലിയർ എന്ന് പറയാൻ പറ്റും ഓൾ ഓഫ് ദി അബോവ് ഈസ് ആണ് ആൻസർ. ICSE. ഓക്കെ, സിമ്പിൾ ആൻസർ. നെക്സ്റ്റ്, according to the Constitution of India, all citizens shall have the right to practice any profession, to carry any occupation, trade or business. ഇത് എന്ന് പറയുന്നത് ഫണ്ടമെന്റൽ റൈറ്റ് ആണോ, ഡ്യൂട്ടി ആണോ, വോളണ്ടറി ഡ്യൂട്ടീസ് ആണോ എന്നാണ്. ഹാവ് ദ റൈറ്റ് എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുണ്ടോ. പിന്നെ വേറെ ഇത് ICSEയുടെ മോക്ക് ടെസ്റ്റ് എടുത്തതാണ്. ഓക്കെ, ഇവിടെ പറയുന്നത് ഫണ്ടമെന്റൽ റൈറ്റ് ആണ്. അപ്പോൾ ഇത് 3 ഡ്യൂട്ടി ആയതുകൊണ്ട് ഒരിക്കലും എന്താണ് ആൻസർ ആയിട്ട് വരില്ല. അപ്പോൾ ആൻസർ വന്നിട്ടുണ്ടെങ്കിൽ ഫണ്ടമെന്റൽ എന്താണ് മോക്ക് ടെസ്റ്റിൽ കൊടുത്തതാണ്. ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ്. ഈസി ആയിട്ട് നമുക്ക് ആൻസർ എന്താണ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റി. നെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് നമുക്ക് നോക്കാം. ജഡ്ജസിന്റെ റിട്ടയർമെന്റ് ഏജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് സെൻസിൽ നോക്കുക. ഇത് 65 ആട്ടോ. 65 ആണ്. സുപ്രീം കോടതിയിലെ എല്ലാ ജഡ്ജസ്, ഈവൻ ദ ചീഫ് ജസ്റ്റിസും റിട്ടയർ ആകുന്ന ഒരു ഏജ് ഒന്ന് 65 ആണ്. കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. നെക്സ്റ്റ്, റിട്ടിനെ കുറിച്ച് നമ്മൾ പഠിച്ചിരുന്നല്ലോ, ഓർമ്മയുണ്ടോ? ഹേബിയസ് കോർപ്പസ്, മാൻഡമസ് ഒക്കെ. അതെവിടെയാണ് നമ്മൾ കൊടുക്കുന്നത്? നമുക്ക് എവിടെ വരെ പോകാമെന്നാണ് പറയുന്നത്? ഗവൺമെന്റ് ആണോ, മിനിസ്റ്റർ ആണോ, അല്ലെങ്കിൽ പ്രസിഡന്റിന്റെ അടുത്താണോ? അല്ല, സുപ്രീം കോടതി വരെ നമുക്ക് പോകാൻ നമ്മൾ പറയുന്നത്. ഹേബിയസ് കോർപ്പസ്, മാൻഡമസ്, കോവാറണ്ടോ, പ്രൊഹിബിഷൻ, സർഷ്യോറാരി, ഇതൊക്കെ നമുക്ക് സുപ്രീം കോടതി. ഏതാണ് ആർട്ടിക്കിൾ? 32 കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്. ഓർമ്മയുണ്ടോ? യെസ്, സെയിം കോൺസെപ്റ്റ് പഠിക്കുന്നത്. നെക്സ്റ്റ്, മിനിമം നമ്പർ ഓഫ് ഡയറക്ടേഴ്സ് റിക്വയർഡ് ഫോർ എ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി എത്രയാണ്? മാക്സിമം എത്രയായിരുന്നു? 15 ആയിരുന്നു. മിനിമം പ്രൈവറ്റ് കമ്പനിക്ക് എത്രയാ? 2 ഡയറക്ടേഴ്സ്. 3 ഏതാ? 3 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പബ്ലിക് ലിമിറ്റഡ് കമ്പനീസിനാണ്. 1 എന്ന് പറഞ്ഞ ഏതാ? OPCക്കാണ്. അപ്പോൾ ഇത് പ്രൈവറ്റ് കമ്പനിക്കാണ്. 7 എന്ന് പറയുന്നത് 7 ഡയറക്ടേഴ്സിൻ്റെ ഒരു കോൺസെപ്റ്റ് ഒന്നുമില്ല. 7 മെമ്പേഴ്സിൻ്റെ എവിടെയുണ്ട്? ഇതേപോലെ പബ്ലിക് ലിമിറ്റഡ് കമ്പനിയിൽ മിനിമം 7 മെമ്പേഴ്സ് ആണ്, മാക്സിമം അൺലിമിറ്റഡ് മെമ്പേഴ്സ് ആണ്. നമ്മൾ ചോദിക്കുന്നത് ഡയറക്ടേഴ്സ് എന്നൊരു കോൺസെപ്റ്റ് ആണ്. അപ്പോൾ ആൻസർ വന്നിട്ടുണ്ടെങ്കിൽ ആൻസർ വിൽ ബി ദിസ് വൺ. ഓക്കെ, കളർ മാറ്റി പച്ച തന്നെ ആക്കാം. ഓക്കെ, 2 ഡയറക്ടേഴ്സ് ആണ് നമ്മുടെ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ, നെക്സ്റ്റ്, ലോ ഓഫ് ടോട്ട് എന്തിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നു? നമുക്കറിയാം ലോ ഓഫ് ടോട്ട്സ്. നെഗ്ലിജൻസ് ഉണ്ട്, ഉറപ്പായിട്ട് തന്നെ ഗ്രോസ് നെഗ്ലിജൻസ് ഉണ്ട്. ട്രെസ്പാസിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്, അതിക്രമിച്ച് കയറുന്നു. ഡിഫമേഷൻ നമ്മൾ പഠിക്കുന്നുണ്ട്. 499 നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അതൊരു ക്രിമിനൽ ഒഫൻസ് ആണ്. ലൈബൽ, സ്ലാൻഡർ, ഓർമ്മയുണ്ടോ? അപ്പോൾ എല്ലാം വരും ഓൾ ഓഫ് ദി എബോവ് ആണ് കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ലോ ഓഫ് ടോട്ട്സ് എല്ലാത്തിനെ കുറിച്ചും സംസാരിക്കുന്നുണ്ട്. അടുത്തതായി, കൺസിഡർ ദ ഫോളോവിങ് സ്റ്റേറ്റ്മെന്റ്. പ്രയാമ്പലിനെ കുറിച്ചാണ് നമുക്കൊന്ന് വായിക്കാം. പ്രയാമ്പൽ എന്തൊക്കെയാണ്? പ്രയാമ്പൽ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ദാറ്റ് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ഹാവിംഗ് സോളംലി റിസോൾവ് ടു കോൺസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യ ഇൻടു എ സോവറിൻ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് മാത്രം പറയുന്നു. ബാക്കി ഇതേപോലെ പറഞ്ഞിട്ട് സോഷ്യലിസ്റ്റ് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് പറയുന്നു. സെയിം. നെക്സ്റ്റ്, സോവറിൻ സോഷ്യലിസ്റ്റ് സെക്യൂർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് പറയുന്നു. ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് മാത്രം പറയുന്നു. നമുക്കറിയാം എത്ര കാര്യങ്ങൾ? 5 കാര്യങ്ങളുണ്ട് അല്ലേ? സോവറിൻ ഉണ്ട്, സോഷ്യലിസ്റ്റ് ഉണ്ട്, സെക്യുലർ ഉണ്ട്, ഡെമോക്രാറ്റിക് ഉണ്ട്, റിപ്പബ്ലിക് ഉണ്ട്. ഓക്കെ, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, 5 കാര്യങ്ങളുണ്ട്. അപ്പോൾ അതാണ് ഏറ്റവും നല്ല. ഇതെല്ലാം ഇല്ലെന്നല്ല, ബാക്കിയില്ലാത്ത ഇല്ലെന്നല്ല. അപ്പോൾ ഏതാണ് ആൻസർ? 3 ഈസ് ദ കറക്റ്റ് ആൻസർ. ദിസ് വൺ. ഓക്കെ, നെക്സ്റ്റ്,
ICICIയുടെ മിഷൻ എന്താ? മിഷൻ എന്ന് പറഞ്ഞാൽ വിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വിഷൻ എപ്പോഴും ഫ്യൂച്ചർ ആയിരിക്കും. മിഷൻ എന്ന് പറഞ്ഞാലോ ഇപ്പോൾ ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും അല്ലേ? അപ്പോൾ ഇവിടെ നോക്കുക, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദ മിഷൻ ഓഫ് ICICI എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? ICICIയുടെ ബ്രാൻഡ് ഉണ്ടാക്കുക, അങ്ങനെയൊന്നും ICICI എവിടെയും പറയുന്നില്ല. ടു ഡെവലപ്പ് ഗ്ലോബലൈസേഷൻ ഓഫ് ഇതെല്ലാം കാണുമ്പോൾ ഒരേപോലെ നമുക്ക് വന്നാൽ ഓൾ ഓഫ് ദി എബോവ് ഇട്ടാലോ എന്നല്ല. മിഷൻ എപ്പോഴും ഒന്നേ ഉണ്ടാവുകയുള്ളൂ. ടു ഡെവലപ്പ് ഹൈ കാലിബർ പ്രൊഫഷണൽസ് ഫെസിലിറ്റേറ്റിംഗ് ഗുഡ് കോർപ്പറേറ്റ് ഗവർണൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരിക്കലും ടു ബി എന്ന് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ എപ്പോഴും എന്തായിരിക്കും വരിക? വിഷൻ ആയിരിക്കും വരുന്നത്. അപ്പോൾ ഇത് ഏത് സബ്ജക്റ്റിലും ചോദിക്കാം കേട്ടോ. ഇത് നിങ്ങളുടെ എന്താ പറയുക, ഇതിൻ്റെ അകത്ത് തന്നെ ചോദിക്കണം നിർബന്ധമില്ല. നിങ്ങളുടെ ചിലപ്പോൾ ലോജിക്കൽ റീസണിങ്ങിലായിട്ട് ചോദിക്കാം നിങ്ങൾക്ക്, അല്ലെങ്കിൽ എക്കണോമിക്സിലും ചോദിക്കാം. ഇതൊക്കെ ജനറലായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. നെക്സ്റ്റ് ടോട്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്? സിവിൽ ആസ് വെൽ ആസ് ക്രിമിനൽ, ഒരിക്കലും അല്ല ക്രിമിനലും അല്ല. സിവിൽ നമ്മൾ ആദ്യമേ പഠിച്ചിട്ടുണ്ട് അല്ലേ? സിവിൽ കേസസിനെ കുറിച്ച് മാത്രമേ എന്ത് ഡീൽ ചെയ്യുള്ളൂ? ടോർട്ട് ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. നെക്സ്റ്റ് ഇന്ത്യൻ കമ്പനീസ് ആക്ടിൽ ഏറ്റവും പുതിയതായിട്ട് വന്ന സിസ്റ്റം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതാണ്? പ്രൈവറ്റ് ഒക്കെ പബ്ലിക് നേരത്തെ ഉണ്ട്, പ്രൈവറ്റ് നേരത്തെ ഉണ്ട്, ഗവൺമെൻറ് കമ്പനി പണ്ടേ ഉണ്ട്. നിധി നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, 406 പറയുന്ന ഒരു നിധി എന്നൊരു കോൺസെപ്റ്റ് ഉണ്ട്. ഇതാണ് പുതിയതായിട്ട് വന്നത്. 2005 ജംഷഡ്ജി ഇറാനി കമ്മിറ്റി, അതായത് സ്റ്റീൽ മാൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ടാറ്റ സ്റ്റീലിൻ്റെ ഡയറക്ടർ ആയിരുന്ന ആളായിരുന്നു 40 വർഷത്തോളം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു റെക്കമെൻഡേഷനോടുകൂടിയാണ് 1% കമ്പനി എന്ന് പറഞ്ഞൊരു സംഭവം. ഏത് കമ്മിറ്റിയാണ്? JJ ഇറാനി കമ്മിറ്റിയാണ് ഇതിനെ റെക്കമെൻഡേഷൻ ചെയ്തത്, ഓർത്തു വെക്കുക. ഓക്കെ, JJ ഇറാനി കമ്മിറ്റി. ഓക്കെ, ഓർത്തു വെക്കുക, 2005. നെക്സ്റ്റ്, ഒരു കമ്പനി സെക്രട്ടറിക്ക് എവിടെയൊക്കെ അപ്പീൽ ചെയ്യാൻ പറ്റും? മൂന്നാമത്തെ ചാപ്റ്ററിൽ പഠിക്കുന്നു. എവിടെയൊക്കെ അപ്പീൽ ചെയ്യാൻ പറ്റും? ഫുൾ ഫോം രീതിയിൽ ഒന്ന് ക്വസ്റ്റ്യൻ ഓർത്ത് വെക്കുക. ഫുൾ ഫോം രീതിയിൽ നാഷണൽ കമ്പനി ലോ ട്രൈബ്യൂണൽ, അവിടെ അപ്പിയർ ചെയ്യാൻ പറ്റും. ഫുൾ ഫോം NCLT എന്നാണ്. റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി ഡെവലപ്മെൻറ്റ് അതോറിറ്റി റേറയിൽ അപ്പോയിൻറ്റ് ചെയ്യാൻ പറ്റും. കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ CCAയിൽ അപ്പോയിൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലായിടത്തും എന്താണ്? അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഒരു കമ്പനീനെ ഒരു സ്ഥാപനത്തെയോ റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ട്. അപ്പോൾ ഓൾ ഓഫ് ദി എബോവ് ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ മക്കളെ? ഓക്കെ അല്ലേ? നെക്സ്റ്റ്, കമ്പനിയുടെ പ്രോപ്പർട്ടി എന്തിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നു? കമ്പനിയുടെ പ്രോപ്പർട്ടി എപ്പോഴും ആർക്ക് ബിലോങ്സ്? മെമ്പേഴ്സിനാണോ? അല്ല. പ്രൊമോട്ടേഴ്സിനാണോ? ഒരിക്കലും അല്ല. ഷെയർ ഹോൾഡേഴ്സിനാണോ? ഒരിക്കലും അല്ല. ഇതാരുടെ പ്രോപ്പർട്ടിയാ? കമ്പനിയുടെ മാത്രം പ്രോപ്പർട്ടിയാണ്. കമ്പനി ക്യാൻ ഹോൾഡ് പ്രോപ്പർട്ടി, കമ്പനി ക്യാൻ സെൽ പ്രോപ്പർട്ടി, കമ്പനി ക്യാൻ ബൈ പ്രോപ്പർട്ടി. കറക്റ്റ് അല്ലേ? നെക്സ്റ്റ്, ലോ ഓഫ് കോൺട്രാക്ട് എന്തിനെക്കുറിച്ച് സംസാരിക്കുന്നു? ടാക്സേഷനെ കുറിച്ചൊന്നുമല്ല, സംസാരിക്കുന്നില്ല. ട്രാൻസ്ഫർ കുറിച്ച്, ലോസ് ഓണർഷിപ്പിനെ കുറിച്ചല്ല. എന്താണ്? ജസ്റ്റ് നോക്കുകയാണെങ്കിൽ നമ്മൾ എൻഫോഴ്സിബിൾ എഗ്രിമെന്റിനെ കുറിച്ചല്ല പഠിക്കുന്നത്. എന്താ കോൺട്രാക്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൻ എഗ്രിമെന്റ് എൻഫോഴ്സിബിൾ ബൈ ലോ. അതൊന്ന് തിരിച്ചിട്ടാലോ? ഓൾ കൈൻഡ് ഓഫ് എൻഫോഴ്സ്മെന്റ് ഒബ്ലിഗേഷൻസ് അറൈസിംഗ് ഫ്രം എഗ്രിമെന്റ്. അപ്പോൾ കറക്റ്റ് ആൻസർ ഏതാ? ഇതാണ്. ഇതേപോലെ ഡെഫിനേഷനിൽ പറയുന്നതാണ് കേട്ടോ. ഈ ചോദ്യങ്ങളെല്ലാം ഭയങ്കര സിമ്പിൾ ആണ്, പക്ഷെ ചോദിക്കുന്ന രീതിയിൽ മാത്രം ചെറിയൊരു വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ. അവർ ചോദിക്കുന്ന വട്ട് യു മീൻ ബൈ കോൺട്രാക്ട് എന്നല്ല. ഇതിൻ്റെ അകത്ത് ഏറ്റവും സുറ്റേബിൾ ആയിട്ടുള്ളത് ഏതാണ്? നിങ്ങൾ പഠിച്ചത് തന്നെയാണ്, അത് എക്സ്ട്രാ ഒന്നും ഇവിടെ ചോദിക്കുന്നില്ല, ഓർത്ത് വെക്കുക. നെക്സ്റ്റ്, ലയബിലിറ്റി ടൈപ്സ് ഓഫ് കമ്പനിയെ കുറിച്ചാണ്. ഏതാണ്? കമ്പനി ലോ ആണ് ചാപ്റ്റർ എന്ന് പറയുന്നത്. ലയബിലിറ്റി ഓഫ് എ മെമ്പർ ഇൻ കേസ് ഓഫ് എ കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസ്. ലിമിറ്റഡ് ബൈ ഷെയർസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ലിമിറ്റഡ് ബൈ ഷെയർസ്, ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി, അൺലിമിറ്റഡ് കമ്പനി. കറക്റ്റ് അല്ലേ? അപ്പോൾ ഇവിടെ ലിമിറ്റഡ് ബൈ ഷെയർസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? അവർ എത്ര ഷെയർസിൻ്റെ ഇപ്പം 100 രൂപയുടെ ഷെയർസ് ആണ് മേടിച്ചതെങ്കിൽ നിങ്ങൾ 50 രൂപ കൊടുത്തു എന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ഒരു 60 രൂപ കൊടുത്തു, ഇനി എത്ര കൊടുക്കാൻ ബാക്കിയുണ്ട്? 40 രൂപ കൊടുക്കാനേ ബാക്കിയുള്ളൂ. അപ്പോൾ നിങ്ങളുടെ ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ എത്രയാണ്? 40 രൂപ മാത്രമാണ്. കറക്റ്റ് അല്ലേ? അപ്പോൾ ഇങ്ങനെ മാക്സിമം അൺപെയ്ഡ് ഷെയർസ്. അൺലിമിറ്റഡ് ഒരിക്കലും അല്ല. അതുകൊണ്ട് തന്നെ ബോത്ത് എയും വരില്ല. നൺ ഓഫ് ദി എബോവ് നമുക്ക് നോക്കണം. ലിമിറ്റഡ് ടു ഷെയർ ഹോൾഡിംഗ്. ഒബിയസ്ലി ദിസ് വിൽ ബി ദ കറക്റ്റ് ആൻസർ. എത്രയാണ് ഷെയർ ഹോൾഡ്? അത്രയേ ഉള്ളൂ. ആ ഷെയർ ഹോൾഡിന്റെ പൈസ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ലയബിലിറ്റി എല്ലാം തീർന്നു. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോവിംഗ് ഈസ് ആർ ദ എസെൻഷ്യൽ എലമെന്റ് ഓഫ് വാലിഡ് കോൺട്രാക്ട്? കോൺട്രാക്ട് ആക്ട്, ICA കോൺട്രാക്ട് 1872. സെക്ഷൻ നമ്പർ 10 ഏതൊക്കെയാ നോക്കിക്കേ? ലോഫുൾ കൺസിഡറേഷൻ വേണം. ലോഫുൾ ഒബ്ജക്റ്റ് ആയിരിക്കണം. ഫ്രീ കൺസെന്റ് വേണം. ഓഫർ വേണം. അക്സെപ്റ്റൻസ് വേണം. ഇതെല്ലാം നമ്മൾ പഠിച്ചത് അല്ലേ? അപ്പോൾ ഓൾ ഓഫ് ദി എബോവ് ആണ് കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ക്ലിയർ അല്ലേ? നെക്സ്റ്റ്, മിനിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് റിക്വയർഡ് ടു ഇൻകോർപ്പറേഷൻ പബ്ലിക് ലിമിറ്റഡ് കമ്പനി. കുറച്ച് മുമ്പ് നമ്മൾ പറഞ്ഞു എത്രയാണ്? 7 മെമ്പേഴ്സ് ആണ്. ഇത് ഏതിൻ്റെയാ? പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ്. ഇതോ പ്രൈവറ്റിന്റെ മാക്സിമം ആണ്. ഇതോ പബ്ലിക്കിന്റെ മാക്സിമം. ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? മിനിമം നമ്പർ ഓഫ് എവിടെ? പബ്ലിക് കമ്പനി. അപ്പോൾ എത്രയാ? 7 മെമ്പേഴ്സ്. സോ ആൻസർ ഈസ് 7 മെമ്പേഴ്സ്. ഓപ്ഷൻ നമ്പർ എ ഈസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ്, ഇതെല്ലാം ICICIയുടെ മോക്ക് ടെസ്റ്റിന് എടുത്തതാണ്, കാര്യം ഇവിടുന്ന് എടുത്തതല്ല. അപ്പോൾ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യുന്നത് വളരെ ഉപകാരപ്രദമാകും. നെക്സ്റ്റ്, ICICIയുടെ ആക്ട് ഉണ്ട് അല്ലേ? ഇപ്പോൾ CA ആണെങ്കിൽ 1949, മറ്റൊരു 1969. അപ്പോൾ CMAയുടെ നമ്മൾ കമ്പനി കുറച്ച് ലേറ്റ് ആയിട്ടാണ് വന്നത്. 1960 നമ്മളുടെ കമ്പനി സെക്രട്ടറീസിൻ്റെ ആക്ട് ഉള്ളത്, ഓർത്ത് വെക്കുക.
ഇതെല്ലാം CA CMA ഒക്കെയാണ്. 82 ഇല്ല, 1980 ആണ് നമ്മളുടെ. ഓക്കെ, ഓപ്ഷൻ നമ്പർ ഡി ഈസ് ദ കമ്പനി സെക്രട്ടറീസ് ആക്ട് എപ്പോഴാണെന്ന് മാത്രം നമ്മളെക്കുറിച്ച് സംസാരിക്കുന്ന ഒരു ആക്ട് ഉണ്ട്, ആക്ട് ഓഫ് ദ പാർലമെന്റ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ അറിഞ്ഞിരുന്നു ഈ ജമ്മു കാശ്മീരിനെ സെപ്പറേറ്റ് മാറ്റി നിർത്തത് ആർട്ടിക്കൽ 317 നമ്മൾ എന്താണ് അപ്ലിക്കേബിൾ ചെയ്തിരുന്നു, ഓർമ്മയുണ്ടോ? അത് ആരാ പറഞ്ഞത്? പ്രൈം മിനിസ്റ്റർ ആയിരുന്നോ? സുപ്രീം കോടതി ഒന്നും അല്ല പറഞ്ഞത്. ആരാ പറഞ്ഞത്? പ്രസിഡന്റിന്റെ പവറാണ്. ടെറിട്ടോറിയൽ കൺട്രോൾ ചെയ്യുന്നത് പ്രസിഡന്റിന്റെ പവറാണ്. ഒരിക്കലും അത് സുപ്രീം കോടതിക്കൊന്നും പവർ ഒന്നും തന്നെ ഇല്ല. ഓർത്ത് വെക്കുക, പ്രസിഡന്റ് ആണത് പറഞ്ഞത്. കുറച്ച് വർഷങ്ങൾ മുമ്പ് നടന്ന കാര്യമാണ്, എന്നാലും ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്തതാണ് അവർ. ഓക്കെ, ഓർത്ത് വെക്കുക, ജനറൽ നോളേജ് ആണ്. ഇനി നേരത്തെ നമ്മൾ പറഞ്ഞത് മിഷൻ ഓഫ് ICC. ഇപ്പോൾ വിഷൻ നമ്മൾ പറഞ്ഞു, വിഷൻ എപ്പോഴെങ്ങനെ തുടങ്ങുന്നത്? ടു ബി. ഓക്കെ, ഇവിടെ ടു പ്രൊമോട്ട് വരത്തില്ല, ഇത് രണ്ടും വരില്ല, അപ്പോൾ 2 to be ഉണ്ട്. അപ്പോൾ ഇവിടെ നോക്കിക്കുക, 2 to be ഉള്ള സമയത്ത് നമ്മൾ ആദ്യം നമ്മൾ പറഞ്ഞു നെഗറ്റീവ് ആൻസേഴ്സിന് നമ്മൾ ആദ്യമേ അവോയ്ഡ് ചെയ്യണം നമ്മൾ പറഞ്ഞു, കറക്റ്റ് അല്ലേ? ടു ബി എ ഗ്ലോബൽ ലീഡർ ഇൻ ഗവർണൻസ്, അതിനേക്കാളും നോക്കിക്കേ കുറച്ചും കൂടെ സ്ട്രക്ചേർഡ് ആയിട്ട് ഇതുള്ളേ. ടു ബി എ ഗ്ലോബൽ ലീഡർ ഇൻ പ്രൊമോട്ടിംഗ് ഗുഡ് കോർപ്പറേറ്റ് ഗവർണൻസ്, അതിനകത്ത് ഒരു ചെറിയൊരു പോയിന്റ് അടിച്ച് മാറ്റിയത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഏറ്റവും നല്ല ആൻസർ ഇതാണ്. ഓക്കെ, അപ്പോൾ മിഷൻ എപ്പോഴും ഓർത്ത് വെക്കുക കേട്ടോ. അത് ജനറലായിട്ട് ഓർത്ത് വെക്കുക. പിന്നെ എവിടെയാണെങ്കിലും ചോദിക്കുന്നത്, ഇപ്പോൾ നിങ്ങൾക്ക് ഇന്ററിലാണെങ്കിലും ആ ഒരു ചാപ്റ്റർ ഇല്ലെങ്കിൽ തന്നെയും നിങ്ങൾക്ക് ചോദിച്ചാലും തെറ്റ് പറയാൻ പറ്റില്ല. കാരണം ചോദിക്കുന്നത് എന്തിനെ കുറിച്ചാണ്? നിങ്ങളെക്കുറിച്ച് തന്നെ ചോദിക്കുന്നത്. അപ്പോൾ അത് ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യം തന്നെ. നെക്സ്റ്റ്, Indian Constitution chapter. Constitution. Under which of the following articles of the Constitution of India President can impose presidential rule in the state? നോർമലി സ്റ്റേറ്റിന്റെ റൂൾ എവിടെയാണ്? ഗവർണറിന്റെ കയ്യിലാണ്. പക്ഷേ ചില സമയത്ത് എന്താണ്, സ്റ്റേറ്റിൽ ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പ്രസിഡന്റിന്റെ ഡയറക്റ്റ് റൂൾ വരും. അത് എവിടെ പറഞ്ഞിരിക്കുന്നത്? ആർട്ടിക്കൽ 356 പറഞ്ഞിരിക്കുന്നത്. നോട്ട് ചെയ്ത് വെക്കുക, ആർട്ടിക്കൽ 356 പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ആർട്ടിക്കൽ 356 എന്താണ്? പ്രസിഡൻഷ്യൽ റൂൾ ഇൻ സ്റ്റേറ്റ്. പ്രസിഡൻഷ്യൽ റൂൾ ഇൻ സ്റ്റേറ്റ്. നെക്സ്റ്റ് 23rd എന്താണ്? 23rd നമ്മൾ കോൺട്രാക്റ്റിനെ കുറിച്ച് പറയുന്നത്. കോൺട്രാക്ട് എവറി പ്രോമിസ് ആൻഡ് എവറി സെറ്റ് ഓഫ് പ്രോമിസസ് ഫോമിംഗ് ദ കൺസിഡറേഷൻ ഫോർ ഈച്ച് അതർ. എന്താണ്? എവറി പ്രോമിസ് ആൻഡ് എവറി സെറ്റ് ഓഫ് പ്രോമിസസ് കൺസിഡറേഷൻ എന്താണ് പറയുന്നത്? 2E പഠിച്ചത് ഓർമ്മയുണ്ടോ? 2E ഇതിനെ കുറിച്ച് പറയുന്നത്. ഇറ്റ് ഈസ് എഗ്രിമെന്റിനെ കുറിച്ച്. ഓഫർ അല്ല. ഓഫർ എന്താണ്? 1 person signifies acceptance when it is assent to the particular proposal. എഗ്രിമെന്റ് എന്ന് പറഞ്ഞാലോ പ്രോമിസ്, സെറ്റ് ഓഫ് പ്രോമിസസ് ആൻഡ് കൺസിഡറേഷൻ ഫോർ ഈച്ച് അതർ. ക്ലിയർ? അപ്പോൾ ഇവിടെ ആൻസർ പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ആൻ എഗ്രിമെന്റ്. ഓക്കെ, ആൻ എഗ്രിമെന്റ് ആണ് ഇവിടെ നമ്മൾ നോക്കുന്നത്, ഓർത്ത് വെക്കുക. ഓക്കെ, എഗ്രിമെന്റ്. നെക്സ്റ്റ് ആർട്ടിക്കൽ 17 ഇതിനെ കുറിച്ച് പറയുന്നത്. നമുക്കറിയാം ആർട്ടിക്കൽ 17 പറയുന്നത് 14, 15, 16, 17. 14 right to equality, 15 no discrimination, 16 employment, 17 untouchability, 18 titles. അപ്പോൾ 17 ഇതിനെ കുറിച്ച് പറയുന്നത് അൺടച്ചബിലിറ്റി എന്ത് ചെയ്തു എന്നാണ് പറയുന്നത്? റൈറ്റ് ആണോ? അബോളിഷൻ ചെയ്തത് അല്ലേ? ഇവിടെ എന്തൊക്കെ പറഞ്ഞു നോക്കിക്കേ. ദ പ്രാക്ടീസ് ഓഫ് അൺടച്ചബിലിറ്റി ഇസ് ഫോർബിഡൻ. ഫോർബിഡൻ എന്ന് പറഞ്ഞാൽ ചെയ്യാനേ പാടില്ല. നെക്സ്റ്റ് അതിനെ അബോളിഷ് ചെയ്തു. അൺടച്ചബിലിറ്റി പ്രാക്ടീസ് ചെയ്താൽ ഒഫൻസ് ആണ്. എല്ലാം ഇവിടെ പറയുന്നുണ്ട്, കറക്റ്റ് അല്ലേ? പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സ് ആക്ട് രണ്ടെല്ലാം കൊണ്ടുവന്നു ഓർമ്മയുണ്ടോ? സെയിം, ഓൾ ഓഫ് ദി അബോവ് ഇസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് 10th ഷെഡ്യൂൾ. ഇത് കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെയാണ്. അമെൻമെന്റ് എന്നൊരു പോർഷനിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. കുറേ 106 അമെൻമെന്റ്സ് നമ്മൾ പഠിക്കുന്നുണ്ട്. അതിൻ്റെ അകത്ത് 10th ഷെഡ്യൂൾ എപ്പോഴാണ് കൊണ്ടുവന്നത്? ഏത് കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റിലാണ് 10th ഷെഡ്യൂൾ കൊണ്ടുവന്നത്? ഇറ്റ് ഈസ് 52nd അമെൻമെന്റിലാണ് ഇത് കൊണ്ടുവന്നത്, ഓർത്ത് വെക്കുക. 52nd അമെൻമെന്റിലാണ് നമ്മുടെ 10th ഷെഡ്യൂൾ ഇൻട്രഡക്ഷൻ ചെയ്യപ്പെട്ടത്, ഓർത്ത് വെക്കുക. ക്ലിയർ ആയിട്ട് അമെൻമെന്റിന്റെ ബേസിൽ എത്ര ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, ഓർത്ത് വെക്കുക. നെക്സ്റ്റ്, in order to convert a proposal into a promise, acceptance must be. കണ്ടീഷണൽ ഒരിക്കലും അല്ല. ഇനി ഓപ്ഷൻ ഉള്ളത് അൺകണ്ടീഷണൽ അബ്സല്യൂട്ട്. ഇത് രണ്ടും ശരിയാണ്. അൺകണ്ടീഷണൽ ആയിരിക്കണം, ചില സമയത്ത് കണ്ടീഷണലും ആകാം. അപ്പോൾ ഇതിന് തമ്മിൽ റിലേറ്റഡ് ഉണ്ട്. ഓൾ ഓഫ് ദി അബോവ് ഇല്ല, അതുകൊണ്ട് തന്നെ അബ്സല്യൂട്ട് ആണ്. അബ്സല്യൂട്ട് എന്ന് പറഞ്ഞാൽ 100% പെർഫെക്റ്റ്. വേണമെങ്കിൽ വേണമെന്ന് പറയണം, നോക്കാം, പറയാം, പിന്നെ ആവട്ടെ, അങ്ങനെ നമ്മൾ പറയും. ഓക്കെ, ക്ലിയർ? നെക്സ്റ്റ്, who has the authority to decide the remuneration of the first auditors? ഇത് കമ്പനീസ് ലോ ആണ്. കമ്പനി ലോയിൽ ഒരു ജനറൽ നോളേജ് ആണ്. ഇത് ഓർത്ത് വെക്കുക. സെൻട്രൽ ഗവൺമെന്റ് ഒന്നും വരത്തില്ല, കാരണം ഗവൺമെന്റ് കമ്പനി അല്ല. പിന്നെ വരുന്നത് ഈ കോൺസെപ്റ്റ് ആണ്, ഈ 3 കോൺസെപ്റ്റ്. അതിൻ്റെ അത് സ്വന്തം റെമ്യൂണറേഷൻ ഇവർക്ക് തീരുമാനിക്കാൻ പറ്റില്ല, അപ്പോൾ ഇതും പറ്റത്തില്ല. അപ്പോൾ ഇത് 2 കോൺസെപ്റ്റുമാണ് വരുന്നത്. ഇത് 2 കോൺസെപ്റ്റുമാണ്. അപ്പോൾ ഫസ്റ്റ് ഓഡിറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിയൽ ആയിട്ടുള്ള ഓഡിറ്റേഴ്സ് അപ്പോയിന്റ് ചെയ്യുന്നതോടെ വരെയുള്ള സംഭവമാണ്. അത് എപ്പോഴും തീരുമാനിക്കുന്നത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആട്ടോ, ഓർത്ത് വെച്ചോ. ഫസ്റ്റ് ഓഡിറ്ററിൻ്റെ, ഈ ഓഡിറ്റർ എന്ന് പറഞ്ഞാൽ ആരാ? CA ഓഡിറ്റ് ചെയ്യൂലേ, അവരുടെ ഫസ്റ്റ് ഓഡിറ്റർ, സ്റ്റാറ്റുറ്ററി ഓഡിറ്ററിന്റെ ശമ്പളം തീരുമാനിക്കുന്നത് എപ്പോഴും ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ്, ജസ്റ്റിസുമായിട്ട് കൂടുതൽ അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന വേർഡ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതെപ്പോഴും എന്താണ്? ഡിമിനിറ്റീവ്സ്നെസ് എന്നുണ്ടെങ്കിൽ ഏറ്റവും കുറവ്, ലെസ് എന്നൊരു സംഭവമാണ്. ഹൈപ്രോക്രസി എന്ന് പറഞ്ഞാൽ എന്താണ്? കേട്ടിട്ടുണ്ടോ? നോർമൽ നമ്മൾ ഈ ബിലീഫിൻ്റെ കാര്യമൊക്കെ പറയുന്ന കോൺസെപ്റ്റ് ആണ്. എന്താണ് ഹിപ്പോക്രസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നെക്സ്റ്റ്, ഇതും എന്താണ്? നമ്മൾ ഈ സ്പിരിച്വൽ കാര്യങ്ങളൊക്കെ പറയുന്നതാണ്. ഈ എന്താണ്? മാഗ്നമിനിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും ലെജിറ്റിമേറ്റ്. ഇതെന്താണ്?
എന്താ പറയുക, കുറച്ചും കൂടെ മനസ്കഥ എന്ന് പറയുന്നത്, നല്ല മനസ്കഥ എന്ന് പറയത്തില്ലേ, നല്ല മനസ്സ് എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, മാഗ്നമിനിറ്റി എന്നൊക്കെ പറയുന്നത്. അപ്പം ലെജിറ്റിമേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിയമം. ഓക്കെ, ലോ. അപ്പോൾ നിയമത്തോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്നത് എപ്പോഴും ലോയാണ്. ഓക്കെ, ലെജിറ്റിമേറ്റ് ആയിരിക്കണം, നിയമാനുസൃതമായിരിക്കണം, നിന്റെ പ്രവൃത്തിയെല്ലാം നിയമാനുസൃതമായിരിക്കണം എന്നുള്ളത് മനസ്ക നല്ല മനസ്സെന്നാണ് ഇതിന് പറയുന്നത്. ലെസ് ആൻഡ് ഹിപ്പോക്രസി എന്ന സാധനം കേട്ടുള്ള വേർഡ് തന്നെയാണ്, പക്ഷെ അതിലേക്ക് നിയമമായിട്ടൊരു ബന്ധവും ഇല്ല. ഓക്കെ, ഇവിടെ നോക്കാം, ലെജിറ്റിമേറ്റ് ആണ് ഏറ്റവും കൂടുതൽ ബന്ധമായിട്ടുള്ള. ലെജിറ്റിമേറ്റ് പറഞ്ഞാൽ ലോ തന്നെയാണ്, നിയമാനുസൃതമായതാണ് നമ്മൾ പറയുന്നത്, നിയമാനുസൃതമായ. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ നമ്പർ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ്. An agreement enforceable by law is called as contract. അപ്പോൾ an agreement not enforceable by law is called as contract act. Valid? No. Voidable at the option. Any of them ഒട്ടും വരത്തില്ല. അപ്പോൾ ഇതാണ് void agreement. അല്ലേ, ഓർമ്മയുണ്ടോ? An agreement not enforceable by law is called as a void agreement. When an enforceable by law is called as contract. Okay. Law of tortന്റെ obligations ഏതൊക്കെ അല്ലെന്ന് പറയുന്നുണ്ട്. ജസ്റ്റിസ് ഉറപ്പായിട്ടും, ഡിറ്ററൻസ് ചെയ്യാം, എന്താണ് പ്രതിരോധം, ഡിറ്ററൻസ് പറഞ്ഞാൽ പ്രതിരോധം, നമുക്കൊരു തടയാൻ വേണ്ടി സെൽഫ് ഡിഫെൻസ് ഒക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. കമ്പൻസേഷൻ എന്ന് പറഞ്ഞാൽ പരിഹാരം, പക്ഷെ ഒരു മോറൽ ബ്ലെയിം ഇമ്പോസ് ചെയ്യാൻ വേണ്ടി അല്ല, നമ്മൾ മൊറാലിറ്റിയുടെ ബേസിസ് നമ്മൾ പറയുന്നൊന്നുമില്ല. ഇതെന്താണ് ജസ്റ്റിസ് അല്ലെങ്കിൽ കോമ്പൻസേഷൻ കൊടുക്കുക എന്നാണ് ഏറ്റവും നെക്സ്റ്റ് ക്വസ്റ്റൻ. അത് തന്നെയാണ് ആൻസർ. ഏതാണ്? നോ എന്നാണ് പറയുന്നത്. ഇത് ഏത് അല്ല എന്ന് പറയുന്നത്. Which of the following is not an objective? അതിന് തന്നെ റിലേറ്റഡ് ആണ്. വിച്ച് ഈസ് ദ പ്രൈമറി ഫംഗ്ഷൻ. എന്താ പ്രൈമറി ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ സ്പ്രെഡിങ് ഓഫ് ലോസസ് ത്രൂ ഔട്ട് ദ സൊസൈറ്റി. അതൊക്കെ ഇന്ന് റിലവൻ്റ് ആണ്. നെക്സ്റ്റ്, കോമ്പൻസേഷൻ കൊടുക്കാനുണ്ട്. പണിഷ്മെൻറ്റ്, ഇവിടെ പണിഷ്മെൻറ്റ് ചെയ്യാൻ എന്ന രീതിയിലല്ല. ഓക്കെ, ആൻഡ് ക്ലാരിഫിക്കേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്, അതിനെക്കുറിച്ചൊന്നും പറയുന്നൊന്നുമില്ല അവിടെ. അപ്പോൾ ഇത് രണ്ടും കുറച്ച് റിലേറ്റഡ് ആണ്. പക്ഷേ ഇവിടെ കൂടുതൽ നമ്മൾ പഠിച്ചിരിക്കുന്നത് ജസ്റ്റിസിനെ കുറിച്ചാണ്. ദാൻ ഗിവിങ് മോർ പണിഷ്മെൻറ്റ്. ഇപ്പോൾ ട്രെസ്പാസ് ആയിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിലോ ഡിഫോമേഷൻ ആയിട്ടുണ്ടെങ്കിൽ അയാളെ ശിക്ഷിക്കണം എന്നൊരു സംഭവം. ഇത് ക്രിമിനൽ ലോ അല്ലല്ലോ, സിവിൽ ലോ അല്ല. അപ്പോൾ സിവിൽ ലോ എപ്പോഴും എന്താ ഉദ്ദേശിക്കുന്നത്? പരിഹാരമാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ എന്താണ്? ഇറ്റ് ഈസ് കോമ്പൻസേറ്റിംഗ് ദ ക്ലൈമറ്റ്. പ്രശ്നം അയാൾക്കൊരു പരിഹാരം കണ്ടെത്തുക എന്നൊരു സംഭവമാണ്. നെക്സ്റ്റ്, എഗ്രിമെന്റ് എൻഫോഴ്സിബിൾ ബൈ ലോ ഇപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. ഇറ്റ് ഈസ് കോൺട്രാക്ട്. എവിടെയാണ് പറഞ്ഞിരിക്കുന്നത്? 2 സബ്സെക്ഷൻ Hലാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതാണ് എഗ്രിമെന്റ് നോട്ട് എൻഫോഴ്സിബിൾ. അത് എന്തായിരുന്നു? വോയിഡ് ആയിരുന്നു. ഇവിടെ ഇത് വാലിഡ് ആണ്. സോ കോൺട്രാക്ട് ഈസ് എ വാലിഡ് ആൻസർ. നെക്സ്റ്റ്, എന്തുകൊണ്ടാണ് ഈ ലോ ഓഫ് ടോട്ടും ലോ ഓഫ് കോൺട്രാക്ട് തമ്മിലൊരു വ്യത്യാസം എന്താണെന്ന് പറയുന്നുണ്ട്. കോൺട്രാക്ട് ആൾവേസ് റിട്ടേൺ അങ്ങനെയൊന്നും പറഞ്ഞിട്ടൊന്നും തന്നെ ഇല്ല. നെക്സ്റ്റ്, ഇറ്റ് ഈസ് ജനറലി കൺസേൺസ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ പാർട്ടീസ് ഓൺലി. ഓക്കെ, അതിൽ ശരിയാണ്. പ്രിഡോമിനേറ്റ്ലി എന്താണ് ഇത് പറയുന്നത്? മെയിൻ ആയിട്ട് ഈ ടോർട്ട് എന്ന് പറഞ്ഞ നിയമങ്ങൾ ഉണ്ടാക്കിയ ഒരു സംഭവമാണ്. പക്ഷെ നിയമമല്ല അത്, ടോർട്ട് കാരണം ഒരു ആക്ട് ഇല്ല. നെക്സ്റ്റ്, സിവിൽ ആൻഡ് ക്രിമിനൽ അത് രണ്ടും നടക്കില്ല, കാരണം സിവിൽ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇത് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ്. അതെങ്ങനെ റിലേഷൻഷിപ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒബ്ലിഗേഷൻസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഒബ്ലിഗേഷൻസിനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ഓർത്ത് വെക്കുക. ഒബ്ലിഗേഷൻസ്, ആ ഒബ്ലിഗേഷൻസിനെ കുറിച്ചാണ് ഇവിടെ നമ്മൾ പഠിക്കുന്ന ഒരു കോൺസെപ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ജനറലി കൺസേൺസ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ 2 പാർട്ടീസ് ഓൺലി. ഓക്കെ, അതാണ് ആൻസർ. അപ്പോൾ ദിസ് ഈസ് ദ നല്ലൊരു ആൻസർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് നല്ലൊരു ആൻസർ. ഓക്കെ, നെക്സ്റ്റ്, വാട്ട് ഈസ് മെൻറ്റ് ബൈ ആക്ഷനബിൾ പേഴ്സേ? ഇത് ഏത് ചാപ്റ്റർ ഓർമ്മയുണ്ടോ? ലീഗൽ റീസണിങ്. ഇത് നമ്മൾ നോക്കുക തന്നെ വേണം. ഇതിൻ്റെ അകത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഏറ്റവും നല്ല ആൻസർ അല്ല, കറക്റ്റ് ആൻസർ ഇതാട്ടോ. ആക്ഷനബിൾ വിത്തൗട്ട് പ്രൂഫ് ഓഫ് ഡാമേജ്. ലീഗൽ റൈറ്റ് ഇൻഫ്രിഞ്ച് ആയിട്ടുണ്ടെങ്കിൽ ആക്ഷനബിൾ പേഴ്സൺ, അതായത് മുഖം നോക്കാൻ നടപടി എടുക്കുക, അതായത് ഡാമേജ് നഷ്ടങ്ങളുടെ കണക്ക് അറിയേണ്ട ആവശ്യമില്ല, അതല്ലാതെ തന്നെ ആക്ഷനബിൾ ആണ്. അപ്പോൾ ഇതാണ് ആൻസർ, ഓർത്ത് വെക്കുക. ഇതൊക്കെ നമ്മൾ പഠിക്കേണ്ട ആവശ്യമുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ലീഗൽ റീസണിങ്ങിൽ കുറേ ഒരു 100 ചില്ലറ നമ്മൾ വാക്കുകളുടെ അർത്ഥം പഠിക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം പഠിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഏത് ചോദിക്കുന്നു പറയാൻ പറ്റത്തില്ല, കാരണം എല്ലാം ഇമ്പോർട്ടൻ്റ് തന്നെയാണ്, കാരണം എല്ലാം ലീഗൽ ടേംസ് തന്നെയാണ്, ഓർത്ത് വെക്കുക. നെക്സ്റ്റ് ഡെഫിനേഷൻ ഏതാണ്? 2A എന്നതിനെ കുറിച്ച് പറയുന്നത് when one person signifies to another his willingness to do or to abstain from doing anything with a view to obtain the assent of that another, such abstinence he is said to make a proposal or window, he is said to make an offer. Proposal same ആണ്, പ്രോമിസ് ഒന്നുമല്ല, അക്സെപ്റ്റൻസ് അല്ല, കൺസിഡറേഷനും അല്ല. ഓക്കെ, പ്രോമിസ് 2B ആണ് അല്ലേ, 2B ആണ്. കൺസിഡറേഷൻ നമ്മൾ പഠിച്ചത് എന്താണ്? ക്വിഡ് പ്രോക്കോ, സംതിങ് ഇൻ റിട്ടേൺ. ഓക്കെ, 2Dയിൽ അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് 2A ആണ്. ഇസ് പ്രപ്പോസൽ അല്ലെങ്കിൽ ഓഫർ എന്നൊരു സംഭവമാണ്. ഇപ്പോൾ പ്രപ്പോസലും ഓഫറും ഉണ്ടെങ്കിൽ രണ്ടും തരത്തില്ല, അത് ഓപ്ഷൻ റോങ് ആണ്, കാരണം രണ്ടും ഓഫറും പ്രപ്പോസലും സിനോണിം ആയതുകൊണ്ട്. നെക്സ്റ്റ്
വാട്ട് ഈസ് ദ മാക്സിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് ഇൻ എ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി നമ്മൾ പഠിച്ചൊരു സംഭവമാണ് 200. ഈ 50, 100 ഒക്കെ എവിടെ നമ്മൾ പഠിച്ചിരിക്കുന്നത്? പാർട്ട്ണർഷിപ്പ് നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ? കേട്ടിട്ടുള്ള സംഭവം നമുക്ക് പഠിക്കാനില്ല. ലീവ് ഇറ്റ്. അൺലിമിറ്റഡ് എവിടെയാ? പബ്ലിക് ലിമിറ്റഡ് കമ്പനി. ഓക്കെ, പബ്ലിക് ലിമിറ്റഡ് വേണ്ട, ലിമിറ്റഡ് മതി. ഓക്കെ, അപ്പോൾ ആൻസർ എന്താണ്? ആൻസർ വിൽ ബി ദിസ് വൺ. ഓക്കെ, ഇവിടുത്തെ ആൻസർ അണ്ടർലൈൻ ചെയ്തില്ല, അവിടെ എല്ലാം അണ്ടർലൈൻ ചെയ്തില്ലേ പോകുന്നത്. ഓക്കെ, 200. ഓക്കെ, നെക്സ്റ്റ് കമ്പനിയുടെ എസെൻഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കുകയാണെങ്കിലോ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ആണ്. ഓബിയസ്ലി ആണ് സാർ. കോമൺ സീൽ വേണം, ഓപ്ഷനിലാണ് എന്നാലും പെർഫെക്റ്റ് സക്സഷൻ ഉണ്ട്. കാരണം ഇത് രണ്ടും കോമൺ ആയതുകൊണ്ട്. ഇതിപ്പോൾ മാൻഡേറ്ററി ഒന്നും അല്ല. ഓക്കെ, എസെൻഷ്യൽ അല്ല, പക്ഷേ ഇത് രണ്ടും ഉള്ളതുകൊണ്ട് ഓബിയസ്ലി നമ്മുടെ ആൻസർ ചെയ്തായിരിക്കും ഓൾ ഓഫ് ദി എബോവ് തന്നെയായിരിക്കും. ഓക്കെ, കമ്പനി ലോ ആയിട്ട് ചാപ്റ്റർ കമ്പനി ലോ ആണെങ്കിൽ നമുക്ക് അറിയാവുന്നൊരു സംഭവം തന്നെയാണ്. നെക്സ്റ്റ് എ മണി ബിൽ. ഇത് നമ്മുടെ ഈ ചാപ്റ്റർ ആണ്, കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ചാപ്റ്റർ തന്നെയാണ്. എ മണി ബിൽ പാസ്ഡ് ബൈ ദ ലോകസഭ ഈസ് ഡീം ടു ഹാവ് ബീൻ പാസ്ഡ് ബൈ ദ രാജ്യസഭ. കാരണം നമ്മളൊരു ബില്ല് ആക്ട് ആവുന്ന സമയത്ത് നമ്മൾ ഈ ബില്ല് എവിടെ കൊണ്ടേ അവതരിപ്പിക്കും? നമ്മൾ ഒരു സഭയിൽ, അത് ഒരു പാർലമെന്റിൽ കൊണ്ടേ അവതരിപ്പിച്ചിട്ട് അതിപ്പോൾ ലോകസഭയിലാണെങ്കിൽ രാജ്യസഭയിൽ കൊടുക്കണം, രാജ്യസഭയാണെങ്കിൽ ലോകസഭയിൽ കൊടുക്കണം. അപ്പോൾ മെജോറിറ്റി ബില്ലേജ് എവിടെ അവതരിപ്പിക്കുന്നത്? ലോകസഭയിലാണ് അവതരിപ്പിക്കുന്ന മേജർ ബില്ലുകളെല്ലാം. അപ്പോൾ അതെന്ത് ചെയ്യും? ലോകസഭ നേരിട്ട് അത് രാജ്യസഭയ്ക്ക് കൊടുക്കും, രാജ്യസഭ അതിന് റെക്കമെൻഡേഷൻ കൊടുക്കണം. ഓക്കെ, ആ റെക്കമെൻഡേഷൻ കൊടുക്കാനുള്ള സമയം എനിക്ക് 14 ദിവസമാണ്. ഓക്കെ, ആ 14 ദിവസത്തിലുള്ള റെക്കമെൻഡേഷൻ കൊടുത്തില്ലെങ്കിൽ ഡീംസ് ടു ബി പാസ്ഡ്. 14 ദിവസം രാജ്യസഭ ഒന്നും പറഞ്ഞില്ലെങ്കിൽ രാജ്യസഭയ്ക്ക് ഒരു എതിർപ്പും ഇല്ലാന്ന് ആര് ഊഹിക്കും? ലോകസഭ ഊഹിക്കും. 14 ദിവസത്തിനുള്ളത് മാർക്ക് ചെയ്ത് വെച്ചു. ഓക്കെ, 14 ദിവസം. അടുത്ത് വിച്ച് വൺ ഓഫ് ദ ഫോളോവിങ് ഇൻട്രസ്റ്റ് ഈസ് നോട്ട് പ്രൊട്ടക്റ്റഡ് ബൈ ദ ലോ ഓഫ് ടോർട്ട്? ചാപ്റ്റർ ടോർട്ട്. ഒന്ന് ഫിസിക്കൽ സേഫ്റ്റി ഉണ്ട്, ബാറ്ററി ഒക്കെ. ലോസ് ഓഫ് കമേഴ്ഷ്യൽ പ്രോഫിറ്റ് ഡ്യൂ ടു കോമ്പറ്റീഷൻ ഇതുണ്ടോ? ഇല്ല. വേറെ എന്തുകൊണ്ട് നോക്കുക? റെപ്യൂട്ടേഷൻ ഉറപ്പായിട്ടും, ഡിഫോമേഷൻ, പീസ്ഫുൾ എൻജോയ്മെന്റ്, ട്രെസ്പാസ്, ഇതിനെക്കുറിച്ചെല്ലാം ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കമേഴ്ഷ്യൽ പ്രോഫിറ്റ് എന്ന് ഓർമ്മയുണ്ടോ? ഡാംനം സീന ഇഞ്ചുറിയ, ഡാമേജ് ഉണ്ട് വിത്തൗട്ട് ഇൻഫ്രിഞ്ചിങ് എ റൈറ്റ്, സ്കൂൾ ഒരേ ബിൽഡിംഗ് 2 സ്കൂൾ തുടങ്ങുന്നു എന്നൊക്കെ നമ്മൾ പറയുന്നത്. അതൊക്കെ എന്താണ്? കമേഴ്ഷ്യൽ ബിസിനസ്. അത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല. അപ്പോൾ ഇത് ഏതല്ലെന്നാണ്. സോ ദിസ് വൺ ഷുഡ് ബി ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ്, ആരാണ് ഇതിൻ്റെ ശില്പി എന്ന് പറയുന്നത്? കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ബേസിക് കാര്യം ആരാ? ബി.ആർ. അംബേദ്കർ തന്നെ അല്ലേ? സ്കൾപ്ചർ എന്ന് പറഞ്ഞാൽ ആരാണ്? ശില്പി ആരാണ്? ഓക്കെ, രാജേന്ദ്ര പ്രസാദ് ഫസ്റ്റ് പ്രസിഡന്റ് ഒക്കെയാണ്. ഇവരെല്ലാം ഉണ്ടായിരുന്നു ഇവിടെ, പക്ഷേ എന്തായിരുന്നു? ബി.ആർ. അംബേദ്കർ ആയിരുന്നു അതിൻ്റെ ശില്പി എന്ന് പറയുന്നത്. ഓർത്ത് നോക്കുക, അതൊക്കെ ജനറൽ നോളേജ് ആണ്. നെക്സ്റ്റ് മാച്ച് ദ ഫോളോവിങ് ആണ്. ഇതിൽ ഓരോ ഓർഡർ വൈസ് ഞാൻ നൽകിയിട്ടുണ്ട് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി. പ്രൈവറ്റ് കമ്പനി ഡെഫിനേഷൻ എവിടെയാണ് പറയുന്നത്? 268. ഓക്കെ, പബ്ലിക് കമ്പനിയോ 271. 1% കമ്പനി 262. ഓക്കെ, ഇനി ഹോൾഡിംഗ് കമ്പനി നേരെ പോകുന്നു 246. സബ്സിഡറി കമ്പനിയോ 287. ഇതെന്താ പറയുന്നത്? സ്മോൾ കമ്പനി. ഓക്കെ, ഇതൊക്കെ അറിഞ്ഞിരിക്കണേ. ഓരോരോ മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വരും, ചുമ്മാ കളയേണ്ട ആവശ്യമില്ല. സിമ്പിളായിട്ട് 68, 71, 46, 87, 85 എല്ലാം 2 തന്നെ ആയിരിക്കും, ഓർത്ത് വെക്കാം. നെക്സ്റ്റ് മിനിമം നമ്പർ ഓഫ് മെമ്പേഴ്സ്. പ്രൈവറ്റ് കമ്പനി 2, പബ്ലിക് കമ്പനി 7, 1% കമ്പനി 1. സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇറ്റ് ഈസ് 1. ഓക്കെ, നെക്സ്റ്റ് മാക്സിമം നമ്പർ ഓഫ് ഡയറക്ടേഴ്സിൻ്റെ 1% കമ്പനി എത്രയാണ്? മാക്സിമം നമ്പർ ഓഫ് മിനിമം എത്രയാണ്? 1. മാക്സിമം എല്ലായിടത്തും എത്രയാണ്? എല്ലായിടത്തും ഇത് 15 തന്നെ. ഓക്കെ, ഓർത്ത് വെക്കുക, എല്ലായിടത്തും 15 തന്നെയാണ്, അത് വ്യത്യാസമൊന്നും തന്നെ ഇല്ല. ഓക്കെ, 2, 15, 3, 1. ഓക്കെ, ഇറ്റ് ഈസ് 15. നെക്സ്റ്റ് മിനിമം നമ്പർ ഓഫ് ഡയറക്ടേഴ്സിൻ്റെ പബ്ലിക് കമ്പനി. നമ്മളത് പ്രൈവറ്റ് കമ്പനി നോക്കിയല്ലേ? ഇവിടെ പബ്ലിക് കമ്പനി 3. 2 എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് മിനിമം number of members in a private limited company. It is minimum number of members and minimum number of directors in a 1% company. The maximum number of directors in 1% company, private and public company. ഓക്കെ, അപ്പോൾ നമ്മൾ 50 മാർക്കിനുള്ള 44 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോഴൊക്കെ ഈ ക്വസ്റ്റ്യൻസിൽ എന്തെങ്കിലും ഡൗട്ടോ ക്ലാരിഫിക്കേഷൻസ് ഉണ്ടെങ്കിൽ നമ്മളോട് പറയുക, നമുക്കത് ഡിസ്കസ് ചെയ്യാം. ഇനിയും നമ്മൾ കുറേ ക്വസ്റ്റ്യൻസുമായിട്ട് വരുന്നതായിരിക്കും. നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ താങ്ക് യു.